ഇക്കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയില്ലായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയേ. ഞങ്ങൾ വെളുപ്പിനെ പോയായിരുന്നു കേട്ടോ. പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കറക്റ്റ് നല്ല മഴയായിരുന്നേ. പിന്നെ ചേട്ടൻ കേട്ടോ കൊണ്ടാക്കിയത്. തിരിച്ചൊരു 8:30 ആയപ്പോൾ എത്തിയിട്ടോ. ഇത് നാനോട്ടിക്ക് ഫുഡും കൊടുത്ത് കുളിപ്പിച്ചിട്ട് നേരെ സൺഡേ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയേ. ഞങ്ങൾ എന്തെങ്കിലും സൺഡേ സ്കൂളിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങാൻ പോകുമായിരുന്നു കേട്ടോ. ഇത് അന്ന് തന്നെ നാനോട്ടിനെ സൺഡേ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വന്നത്തേക്ക് മോനിപ്പള്ളി അമ്പലത്തിൽ വെച്ചിട്ട് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇത് കണ്ടക്ട് ചെയ്തത് ഒരു ക്ലബ്ബാട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലേ. തിരിച്ചു വന്ന വഴിക്ക് മീഷോയുടെ ഓഫീസിൽ കയറിയപ്പോഴത്തേക്കും ചേട്ടൻ തന്നെ ഇരുന്ന് പോവുക കറി കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അന്നവിടെ ഓണം സെലിബ്രേഷൻ ആയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് പായസമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടായി വീട്ടിൽ വന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ പോവുകയാണേ. സത്യത്തിൽ ഈ ബാഗിൻ്റെ ഒരു ആവശ്യമില്ലേ. ഫോൺ ഇടാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബാഗ് കൊണ്ട് പോവുകയാണേ. ചേട്ടായി പോയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാനും ചേച്ചി നാനോട്ടിയും കുഞ്ഞും കൂടി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ സംസാരമായിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനും ചേച്ചി നാനോട്ടിയും കൂടി കടയിലേക്ക് ഇറങ്ങിയിട്ടോ. കുഞ്ഞൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കുടം തല്ലി പൊട്ടിക്കാനായിട്ട് തോർത്തെടുക്കാൻ വന്ന ചേട്ടായി വണ്ടിയായിട്ട് ചെറുതായിട്ടൊന്ന് വീഴുകയൊക്കെ ചെയ്തു കേട്ടോ. കൈയും കാലൊക്കെ പൊട്ടിയായിരുന്നേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.